നാളെ ഇലക്ഷൻ റിസൾട്ട് വരും. എന്തായാലും ഒരാൾ ജയിക്കും, ബാക്കിയുള്ളവരൊക്കെ പരാജയപ്പെടും. ജനാധിപത്യപരമായ ഒരു നിലപാട് നമ്മുടെ എല്ലാവരുടെ ഭാഗത്തു നിന്നുണ്ടാകണം. ജയിക്കുന്നത് ആരായാലും, അത് നമ്മൾ വോട്ട് ചെയ്ത ആളാണെങ്കിലും നമ്മൾ വോട്ട് ചെയ്യാത്ത ആളാണെങ്കിലും, ജയിച്ച ആളാണ് 5 കൊല്ലം ഇനി നമ്മുടെ MLA. അദ്ദേഹത്തിനെ മാന്യമായി അംഗീകരിക്കാനുള്ള മനോഭാവം എല്ലാവർക്കും ഉണ്ടാകണം. തോറ്റു എന്നതിന്റെ പേരിൽ, നമ്മൾ വോട്ട് ചെയ്ത സ്ഥാനാർത്ഥി ജയിച്ചില്ല എന്നതിന്റെ പേരിൽ ഒരു പ്രകോപനവും ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ ജയിച്ചവരുടെ വിജയാഹ്ലാദങ്ങളും ഏറ്റവും സമാധാനപരമായി ശാന്തമായിട്ടായിരിക്കണം. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ചിലയിടങ്ങളിലെ വിജയാഹ്ലാദങ്ങളിൽ ചില അപകടങ്ങൾ ഉണ്ടായത് നമ്മയൊക്കെ വേദനിപ്പിച്ചിട്ടുണ്ട്. ആ വിജയ സന്തോഷങ്ങളുടെ സമയം പിന്നെ അത് കണ്ണീർ കടലായി മാറാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. വാഹനങ്ങളിലും മറ്റുമൊക്കെ അപകട സാധ്യതകൾ നിറഞ്ഞ രൂപത്തിൽ വിജയാഹ്ലാദ പ്രകടനങ്ങൾ ഒരിക്കലും പാടില്ല. സന്തോഷത്തോടു കൂടി സമാധാനപരമായ ആഹ്ലാദ പ്രകടനങ്ങളൊക്കെ ആവാം. അത് മറ്റുള്ളവരെ ചീത്ത പറഞ്ഞോ, മോശമാക്കിയോ, കുറ്റപ്പെടുത്തിയോ, അല്ലെങ്കിൽ എതിർ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്ത നമ്മുടെ നാട്ടിലുള്ള മറ്റു പാർട്ടിയുടെ ആളുകളുടെ വീടിന്റെ മുമ്പിൽ പടകം പൊട്ടിച്ച് ആ വീട്ടിലെ ചെറിയ കുട്ടികളെ പേടിപ്പിച്ചോ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചോ ഒന്നുമല്ല നമ്മുടെ വിജയാഹ്ലാദം നമ്മൾ കൊണ്ടാടേണ്ടത്. നമുക്ക് നമ്മുടെ അയൽവാസികളെയും നാട്ടുകാരെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും ഒക്കെ ഇനിയും കാണേണ്ടതാണ്. അവർ ഏതു രാഷ്ട്രീയക്കാരാണെങ്കിലും അവർ നമ്മുടെ പ്രിയപ്പെട്ടവരാണ്. ആ സ്നേഹവും ആ ബന്ധവും ആ സൗഹൃദവും ഒന്നും ഈ ഇലക്ഷൻ കാരണം അസ്തമിച്ചു പോകരുത് എന്ന വിചാരവും നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഉണ്ടാകണം.